ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്ത് മനുഷ്യർക്ക് എത്തിപ്പെടാൻ പോലും പ്രയാസമുള്ള ഒരിടത്ത് അതീവ രഹസ്യമായി ചൈന ഒരു ഭീമൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് നിർമ്മിക്കുകയാണ്. ഒരു രഹസ്യ യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ്. ആയുധങ്ങൾ കൊണ്ടല്ല, വെള്ളം കൊണ്ട് ഇന്ത്യയെ നേരിടാനുള്ള ഒരു വാട്ടർ ബോംബാണ് ഇത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഏകദേശം $168 ബില്യൺ, അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 15 ലക്ഷം കോടിയിലധികം വരുന്ന രൂപ ചിലവഴിച്ചാണ് ചൈന ഈ മെഗാ ഡാം നിർമ്മിക്കുന്നത്. ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഉറക്കം കെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ നേരിടാൻ ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ എന്താണ്? നോക്കാം. ബ്രഹ്മപുത്ര നദി ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ അതിനെ യാലുങ് സാങ്പോ എന്നാണ് വിളിക്കുന്നത്. ടിബറ്റിലെ ഈ നദിയുടെ ഒരു വലിയ വളവിലാണ് ചൈന ഈ ഒരു മെഗാ ഡാം, ഈ സൂപ്പർ ഡാം നിർമ്മിക്കുന്നത്. വെറും 50 കിലോമീറ്ററിനുള്ളിൽ നദി 2000 മീറ്റർ താഴേക്ക് പതിക്കുന്ന ഈ പ്രകൃതിദത്ത സാഹചര്യം ഉപയോഗിച്ച് 60 മുതൽ 80 വരെ ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ചൈനയുടെ പ്ലാൻ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡാമായ ചൈനയിലെ തന്നെ ത്രീ ഗോർജസ് ഡാമിനേക്കാൾ 3 ഇരട്ടി പവർഫുൾ ആയിരിക്കും ഈ ഒരു ഡാം. ചൈനയിലെ ഇലക്ട്രിക് വെഹിക്കിൾസിനും വമ്പൻ AI മോഡൽസിനും ആവശ്യമായ ഭീമൻ പവർ കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ വർഷം ടിബറ്റിൽ നടത്തിയ ഒരു സന്ദർശനത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഈ പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കാൻ കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഇതൊരു ഊർജ്ജ പദ്ധതിയല്ല, മറിച്ചൊരു വലിയ സുരക്ഷാ ഭീഷണി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ വാട്ടർ ബോംബ് എന്ന് വിളിക്കുന്നത്? നോക്കാം. വേനൽക്കാലത്ത് ചൈന ഈ ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയാൽ അരുണാചൽ പ്രദേശിലും അസമിലും ബ്രഹ്മപുത്ര നദി വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് കൃഷിയെയും ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളത്തെയും കാര്യമായി ബാധിക്കും. ഇനി യുദ്ധസമയത്തോ മറ്റോ ചൈന ഈ ഡാം പെട്ടെന്ന് തുറന്നുവിട്ടാൽ അരുണാചൽ പ്രദേശിലും അസമിലും നിമിഷങ്ങൾക്കുള്ളിൽ വൻ പ്രളയമുണ്ടാകും. വടക്കു കിഴക്കൻ ഇന്ത്യ മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ വെള്ളത്തിനടിയിലാകും. എർത്ത് പതിവായ ഹിമാലയൻ മേഖലയിലാണ് ഈ ഒരു ഡാം വരുന്നത്. ഒരു ചെറിയ ഭൂചലനം മതി ഈ ഡാം തകരാനും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാകാനും. മുൻപ് ത്രീ ഗോർജസ് ഡാം പണിതപ്പോൾ 13 ലക്ഷം ആളുകളെയാണ് ചൈന കുടിയൊഴിപ്പിച്ചത്. ടിബറ്റിലും സമാനമായ രീതിയിൽ വലിയ തോതിൽ ആളുകളെ മാറ്റുന്നത് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും ചൈനയുടെ ഈ നീക്കത്തെ വെറുതെ കണ്ടു നിൽക്കാൻ ഇന്ത്യ തയ്യാറല്ല. ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ പക്കൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അരുണാചൽ പ്രദേശിലെ അപ്പർ സിയാങ് ജില്ലയിൽ 11 ജിഗാവാട്ട് ശേഷിയുള്ള വമ്പൻ ഡാം നിർമ്മിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇതിനെയാണ് സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഡാം ഇന്ത്യക്ക് ഒരു ബഫറായി പ്രവർത്തിക്കും. അതായത് ചൈന പെട്ടെന്ന് വലിയ തോതിൽ വെള്ളം തുറന്നു വിട്ടാൽ അത് തടഞ്ഞു നിർത്താൻ, അതായത് ഒരു ഫ്ലഡ് കൺട്രോളായി ഈ ഒരു ഡാം സഹായിക്കും. ഇനി ചൈന വെള്ളം തടഞ്ഞു വെച്ചാൽ പകരം ഉപയോഗിക്കാൻ ആവശ്യമായ വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാനും സാധിക്കും. ചുരുക്കത്തിൽ ചൈനയുടെ ഹൈഡ്രോ ഹെജിമണി തകർക്കാനാണ് ഇന്ത്യ ഈ വമ്പൻ പ്രൊജക്ടിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്തോടെ ബ്രഹ്മപുത്രയിലെ ജലനിരപ്പ് നിരീക്ഷിക്കാൻ AI അധിഷ്ഠിത മോണിറ്ററിംഗ് സിസ്റ്റങ്ങളും ഇന്ത്യ സജ്ജമാക്കുന്നുണ്ട്. ഭാവിയിൽ ലോകത്ത് നടക്കാൻ പോകുന്നത് വെള്ളത്തിനു വേണ്ടിയുള്ള വലിയ യുദ്ധങ്ങളാണെന്ന് പലരും പറയാറുണ്ട്. ഹിമാലയത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഈ ഹൈഡ്രോ പവർ റേസ് ആ ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണോ? ചൈനയുടെ ഈ വമ്പൻ നീക്കത്തെ ഇന്ത്യക്ക് തടയാൻ കഴിയുമോ? ശരിക്കും വെള്ളം ഒരു ആയുധമായി മാറുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹിമാലയത്തിലെ ഈ പോരാട്ടം ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ പ്രധാനമാണ്. ചൈനയുടെ ഈ ജല അധിനിവേശത്തെ ഇന്ത്യക്ക് തടയാൻ സാധിക്കുമോ? ഉറ്റുനോക്കുകയാണ് ലോകം.